നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ന്യൂസിന്റെ ഗൾഫ് വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന തലക്കെട്ടുകൾ നോക്കാം. ദുബായ് എമിറേറ്റ്സിലെ ഉയർന്നുവരുന്ന ഗതാഗത തിരക്ക് കുറയ്ക്കുന്നതിന് പുതിയ 3 പാലങ്ങൾ യാഥാർത്ഥ്യമാകുന്നു. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സാമ്പത്തിക നേട്ടവുമായി എമിറേറ്റ്സ് ഗ്രൂപ്പ് 2023-24 സാമ്പത്തിക വർഷത്തിൽ 1870 കോടി ദിർഹം ലാഭമാണ് എമിറേറ്റ്സ് ഗ്രൂപ്പ് നേടിയിരിക്കുന്നത്. എസ്.കെ. പൊറ്റക്കാട് സ്മാരക കഥാപുരസ്കാരത്തിന് പ്രവാസിയായ അക്ബർ ആലിക്കര അർഹനായി. അദ്ദേഹത്തിന്റെ കഥാസമാഹാരമായ ചിലക്കാത്തപല്ലി എന്ന പുസ്തകത്തിനാണ് പുരസ്കാരം. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നേടി മലയാളിയായ 2.5 വയസ്സുകാരൻ. ഷാർജയിലുള്ള മാറഞ്ചേരി സ്വദേശികളുടെ മകനാണ് ഈ റെക്കോർഡ് നേടിയിരിക്കുന്നത്. മസ്കറ്റിലെ ഒമാനിൽ പുതിയ ഹൈപ്പർ മാർക്കറ്റുമായി യൂസഫ് അലി. അൽ അൻസബിൽ ആണ് ഈ പ്രവർത്തനം ആരംഭിച്ചത്. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ദുബായ് എമിറേറ്റ്സിലെ ഗതാഗത തിരക്ക് കുറയ്ക്കാൻ പുതിയ 3 പാലങ്ങൾ കൂടി യാഥാർത്ഥ്യമാകുന്നു. ഷൈഖ് റാഷിദ് റോഡിനും ഫാൽക്കൺ ഇന്റർസെക്ഷനും ഇടയിലുള്ള ഗതാഗതം സുഗമമാക്കാൻ ഓരോ ദിശയിലും 3 വരികളുള്ള 1335 മീറ്റർ നീളമുള്ള പാലത്തിലൂടെ ഇരുവശങ്ങളിലുമായി മണിക്കൂറിൽ 10,800 വാഹനങ്ങൾക്ക് കടന്നുപോകാനുള്ള ശേഷിയാണ് ഉള്ളത്. കൂടാതെ ഫാൽക്കൺ ഇന്റർസെക്ഷനിൽ അൽ വാസൽ റോഡിലേക്ക് നീളുന്ന 3 വരികളുള്ള 780 മീറ്റർ നീളത്തിലുള്ള രണ്ടാമത്തെ പാലത്തിലൂടെ മണിക്കൂറിൽ 5,400 വാഹനങ്ങൾക്ക് കടന്നുപോകാം. ജുമൈറ സ്ട്രീറ്റിൽ നിന്നും അൽമിന സ്ട്രീറ്റിലേക്കുള്ള ഗതാഗതത്തിന് 2 വരികളുള്ള 985 മീറ്റർ നീളമുള്ള പാലമാണ് ഒരുങ്ങുന്നത്. ഇതുവഴി 3,200 വാഹനങ്ങൾക്ക് മണിക്കൂറിൽ കടന്നുപോകാം. അൽഷിണ്ടക ഇടനാഴി മെച്ചപ്പെടുത്തൽ പദ്ധതിയുടെ 4ാം ഘട്ടത്തിന്റെ ഭാഗമായാണ് 3 പാലങ്ങളും ഒരുങ്ങുന്നത്. നിലവിൽ 4ാം ഘട്ടത്തിന്റെ 45% പൂർത്തിയായതായി റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ചെയർമാൻ മത്തർ അൽ തായർ പറഞ്ഞു. ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് റോഡിലെ ഇന്റർസെക്ഷൻ മുതൽ അൽമിന സ്ട്രീറ്റിലെ ഫാൽക്കൺ ഇന്റർസെക്ഷൻ വരെ 4.8 കിലോമീറ്റർ നീളത്തിലാണ് മൊത്തം പദ്ധതി. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിർദ്ദേശപ്രകാരമാണ് പദ്ധതി നടപ്പാക്കി തുടങ്ങിയത്. ഷെയ്ഖ് റാഷിദ് റോഡ്, അൽമിന സ്ട്രീറ്റ്, അൽ ഖലീജ് സ്ട്രീറ്റ് എന്നിവയിലൂടെ 13 കിലോമീറ്ററിൽ അൽ ഷിണ്ടക ഇടനാഴി മെച്ചപ്പെടുത്തൽ പദ്ധതി വ്യാപിച്ചു കിടക്കുന്നതായി RTA അറിയിച്ചു. സാമ്പത്തിക വർഷത്തിൽ 1870 കോടി ദിർഹം ലാഭം നേടി എമിറേറ്റ്സ് ഗ്രൂപ്പ് ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു. മുൻവർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 71% അധിക ലാഭമാണ് കൈവരിച്ചത്. 2023-24 വർഷം സ്ഥാപനത്തിന്റെ ചരിത്രത്തിലെ അവിസ്മരണീയമായ ഒന്നായി മാറുമെന്ന് എമിറേറ്റ്സ് എയർലൈൻ ആൻഡ് ഗ്രൂപ്പ് ചീഫ് എക്സിക്യൂട്ടീവും ചെയർമാനുമായ ഷെയ്ഖ് അഹമ്മദ് ബിൻ സയ്യിദ് അൽ മക്തൂം പറഞ്ഞു. ഈ കാലയളവിൽ 151 ലക്ഷ്യസ്ഥാനങ്ങളിലേക്കായി 5.19 കോടി യാത്രക്കാരാണ് എമിറേറ്റ്സ് എയർലൈനുകളിൽ സഞ്ചരിച്ചത്. കൂടാതെ 22 ലക്ഷം ടൺ ചരക്കു നീക്കവും നടത്തിയിട്ടുണ്ട്. ലാഭത്തിൽ നിന്ന് ഒരു വിഹിതം ഇത്തവണയും ജീവനക്കാർക്ക് നൽകും. ജീവനക്കാരുടെ 20 ആഴ്ചയിലെ ശമ്പളമാണ് ബോണസായി നൽകുക. അടുത്ത വർഷം 10 പുതിയ A350 വിമാനങ്ങൾ വാങ്ങാനും കൂടുതൽ പ്രതിഭാശാലികളായ ജീവനക്കാരെ നിയമിക്കാനും പദ്ധതിയുണ്ട്. 2027ഓടെ ക്യാബിൻ ക്രൂ അംഗങ്ങൾ, പൈലറ്റ്, എഞ്ചിനീയർമാർ, ഉപഭോക്തൃ സേവന ഏജന്റുമാർ, IT വിദഗ്ധർ എന്നിങ്ങനെ ആയിരക്കണക്കിന് പുതിയ ജീവനക്കാരെ നിയമിക്കാനാണ് ലക്ഷ്യമിടുന്നത്. എസ്.കെ. പൊറ്റക്കാട് സ്മാരക കഥാപുരസ്കാരത്തിന് പ്രവാസിയായ അക്ബർ ആലിക്കര അർഹനായി. അദ്ദേഹത്തിന്റെ കഥാസമാഹാരമായ ചിലക്കാത്തപല്ലി എന്ന പുസ്തകത്തിനാണ് പുരസ്കാരം. പ്രവാസിയായ അഭിഷേക് പള്ളത്തേരിയുടെ യാത്രാവിവരണമായ ആഫ്രിക്കയുടെ വേരുകൾ എന്ന കൃതിയും പുരസ്കാരത്തിന് അർഹമായി. ഇരുവർക്കും 10,000 രൂപയും ഫലകവുമാണ് പുരസ്കാരം. ഷാർജയിൽ വെച്ചാണ് ചടങ്ങ് നടന്നത്. മലയാള സാഹിത്യത്തിനുള്ള സംഭാവനകളെ മാനിച്ച KP രാമനുണ്ണിക്ക് എസ്.കെ. പൊറ്റക്കാട് സ്മാരക സമഗ്ര പുരസ്കാരവും ലഭിച്ചു. MK സാനു, ഡോക്ടർ P സോമൻ, സുജ സൂസൻ ജോർജ് എന്നിവരാണ് പുരസ്കാര ജേതാക്കളെ തിരഞ്ഞെടുത്തത്. 100-ലേറെ വ്യത്യസ്തയിനം ജീവികളെ ഏറ്റവും വേഗത്തിൽ തിരിച്ചറിഞ്ഞതിന് നൂഹ് സമാൻ എന്ന മലയാളിയായ 2.5 വയസ്സുകാരൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ അർഹനായി. ഷാർജയിലുള്ള മാറഞ്ചേരി സ്വദേശിയായ സജീൽ അലിയുടെയും ഷെരീഫ തസ്നീമിന്റെയും മകനാണ്. 3 മിനിറ്റും 43 സെക്കൻഡും കൊണ്ടാണ് വ്യത്യസ്തയിനം ജീവികളെ തിരിച്ചറിഞ്ഞത്. 24 ഇനം പക്ഷികൾ, 7 തരം പ്രാണിവർഗ്ഗങ്ങൾ, 25 കടൽ ജീവികൾ, 30 വന്യമൃഗങ്ങൾ, 6 തരം ദിനോസറുകൾ എന്നിവയെയാണ് ചിത്രങ്ങളിലൂടെ ഈ കുട്ടി വേഗത്തിൽ തിരിച്ചറിഞ്ഞത്. 2 വയസ്സ് മുതൽ നിറങ്ങൾ, പക്ഷികൾ, പഴം, പച്ചക്കറികൾ, വാഹനങ്ങൾ എന്നിവയെല്ലാം
നൂഹ്സമാൻ തിരിച്ചറിഞ്ഞിരുന്നു. കൂടാതെ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ, അക്കങ്ങൾ എന്നിവ വായിക്കാനും ശീലിച്ചിരുന്നു. മസ്കറ്റിൽ ലുലു ഹൈപ്പർ മാർക്കറ്റിന് പുതിയ ബ്രാഞ്ച് കൂടി. ലുലു ഗ്രൂപ്പിന്റെ ഒമാനിലെ പുതിയ ഹൈപ്പർ മാർക്കറ്റ് അൽ അൻസബിൽ പ്രവർത്തനം ആരംഭിച്ചു. ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ചെയർമാൻ ഷെയ്ഖ് ഫൈസൽ അബ്ദുള്ള അൽ റവാസ് ഉദ്ഘാടനം ചെയ്തു. ഒമാനിലെ ഉന്നതരോടൊപ്പം ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയും സന്നിഹിതരായിരുന്നു. 1,50,000 ചതുരശ്രയടി വിസ്തീർണത്തിൽ 2 നിലകളിലായുള്ള ഷോപ്പിംഗ് കേന്ദ്രത്തിൽ ഹൈപ്പർ മാർക്കറ്റിന് പുറമെ അമ്യൂസ്മെന്റ് സെന്റർ, ബാങ്കുകൾ, റെസ്റ്റോറന്റുകൾ, ഫാർമസി, ഫിറ്റ്നസ് സെന്റർ, എക്സ്ചേഞ്ച് എന്നിവയുമുണ്ട്. കൂടാതെ മസ്കറ്റിലെ കസൈൻ ഇക്കണോമിക് സിറ്റിയിൽ അടുത്ത വർഷം മധ്യത്തോടെ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ലോജിസ്റ്റിക്സ് സെന്റർ ആരംഭിക്കും. പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നതോടെ ഒമാനി പൗരന്മാർക്ക് കൂടുതൽ തൊഴിൽ നൽകാൻ സാധിക്കുമെന്നും യൂസഫ് അലി പറഞ്ഞു.